ഇവർക്ക് കുടുംബശ്രീ കൂടെ കിട്ടും, അല്ലെങ്കിൽ അംഗനവാടി കൂടെ കിട്ടും, അങ്ങനെയൊക്കെയാണ് ഇത് കിട്ടുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പാർട്ടിക്കായിട്ടൊരു പെൻഷനോ പാർട്ടിക്കായിട്ടൊരു ഫോമോ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത്രയും വിഷയത്തിലൊക്കെ ഞങ്ങളും കട്ടൊക്കെ ഉണ്ടാവും, അതിൽ വേദാറൊന്നും വേണം. അപ്പൊ പറയാനിരിക്കുക എന്താ വെച്ചാല് പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് നമ്മൾ ഈശോയ്ക്ക് കഴിഞ്ഞാല് വിഷയമാണ്. ഇപ്പൊ 10 കൊല്ലം പിണറായി ഭരിച്ചു, കേരളം ഭരിച്ചു, 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചു. ഈ 2 ഭരണത്തിലും നമ്മൾ ഇന്നുവരെ കാണാതെ പലതും കാണാൻ തുടങ്ങി. ഇപ്പൊ ഇതിന്റെ മുന്നേ പറഞ്ഞു പൗരത്വ ബില്ല്, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ അനുവദിക്കൂല. ഇപ്പൊ SIR വന്നെന്താണ്? SIR വന്നത് നമ്മൾ 500-ന്റെ 1000-ന്റെ നോട്ട് അന്ന് മരവിച്ച് അതേപോലെ നമ്മളൊക്കെ വോട്ടർ പട്ടികയിൽ തള്ളി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി നമ്മൾ കുഞ്ഞു വോട്ടില്ല, വോട്ടവകാശമില്ല. അത് വീണ്ടും നമ്മൾ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് SIR ഫോം വരുന്നത്. അതിലൂടെ നമ്മൾ പൗരത്വം വരുന്നത്. ആ SIR ഫോം വന്ന് അതിൽ നമ്മൾ അപേക്ഷ കൊടുത്തു. നമ്മൾ അപേക്ഷ ആരൊക്കെ സ്വീകരിച്ചു, ആരൊക്കെ തള്ളി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത 16-ാം തീയതി വരും എന്നാണ് പറയുന്നത് പട്ടിക. അതിൽ ഇല്ലോരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. ഇത് തന്നെയാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പൊ ഈ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ ഓല ലേബലിക്ക് സംഗതികൾ അങ്ങനെ പോകും. ഇപ്പൊ ഞമ്മക്കൊക്കെ ഇവിടെ ഇത് പിന്നെ കുടിച്ചു നിൽക്കുന്നത് വെച്ചാല് നമുക്ക് എങ്ങനെ എന്തെന്നെയാണ് വെച്ചാൽ നമുക്ക് ഒരു സംഘശക്തി ഇവിടെ ഉണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് സംഘശക്തി ഉണ്ട്. അത് നമ്മൾ പൂർവികർ ഇവിടെ ഉണ്ടാക്കി തന്നത് സംഭവമാണ്. അതില്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിന്റെ പല സംസ്ഥാനത്തും നമ്മളെപ്പെട്ട ഇതേപോലെ പിന്നെ പാവപ്പെട്ട പലരും പല ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴിക്ക് കാണുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളൂ, ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഓർക്കൊന്നും ഇതേപോലത്തെ ഒരു സംഘശക്തി ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായ സംഭവമാണ്. അല്ലാതെ മുസ്ലിങ്ങളില്ലായിട്ടോ ന്യൂനപക്ഷങ്ങളില്ലായിട്ടല്ല, ഇതിലാറ് തിങ്ങി പറഞ്ഞ പല പ്രദേശങ്ങളുണ്ട്. അവിടെ ഒന്നും നമ്മളെ പോലെ സംഘശക്തി ഇല്ല. അപ്പൊ ഇത്രയും വിഷയം ഇപ്പൊ നമുക്ക് സുഖമായിട്ട് നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ പൂർവികരെ ഉണ്ടാക്കി തന്ന ഈ ഒരു സംഘശക്തിന്റെ ബലത്തിലാണ്. നമ്മൾ പല ആദർശവും പല ആശയത്തിലാണെങ്കിലും പക്ഷെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒരുമിക്കലുണ്ട്. അതുകൊണ്ട് ആ ബലത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വരും തലമുറ നമ്മൾ ഇതേ സുഖത്തിലൂടെ ഓരും ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പണിയെടുത്തെങ്കിലും നടക്കുള്ളൂ. ഇപ്പൊ നമ്മൾ വാളെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെടുക്കുമ്പോൾ മാത്രം മതി. അത് നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. നമ്മളൊരു പ്രതിഷേധം അറിയിക്കാൻ കഴിയും. അപ്പൊ ഇത് വിലപ്പെട്ട വോട്ടാണെന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ ആ വോട്ട് ഉപയോഗിക്കണം. വോട്ട് കോണി ചിഹ്നത്തിൽ കൊടുക്കണം. ഈ 3 വോട്ടും കോണിക്കന്നെ ചെയ്യാം, അതേ പറയാനുള്ളൂ. ഓക്കെ. പിന്നെ ഈ പെൻഷൻ വർദ്ധിച്ചു, അതല്ലെങ്കിൽ മറ്റു വർധനവൊക്കെ പറയുന്നത് പിണറായി അധികാരത്തിൽ വരുന്ന സമയത്ത് പിന്നെ 130 റുപ്യ 115 റുപ്യോളം 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. ഇന്നിപ്പോ എത്രയാണ്? 400 ചില്ലുണ്ട്. ഉണ്ടാവില്ല പീടികയിൽ. അപ്പൊ ഒരു പെൻഷന്റെ 400 കൂട്ടുന്ന ലിറ്റർ വെളിച്ചെണ്ണ വരെ കിട്ടില്ല. വെച്ചിട്ട് നമ്മൾ കുറ്റം പറയില്ല. എന്തൊക്കെ വർധനവുണ്ടോ അതേമാതിരി പെൻഷൻ വർദ്ധിച്ചു. പെൻഷൻ ഫസ്റ്റ് തുടങ്ങുന്നത് 40 റുപ്യക്കാണ്. നമുക്കത് അറിയില്ല. പിന്നെ 50, 100 അങ്ങനെ പറയില്ലേ. അത് കാലക്രമേണ വർദ്ധിച്ചു വരും. ഇപ്പൊ 2500 ഉണ്ടെങ്കിൽ 10 നോക്കുമ്പോൾ 3-3.5 ആവും. അത് വരണല്ലോ, അത് വേറെ കാര്യം. അത് ആരും ഔദാര്യമല്ല, അത് നമ്മളെ അവകാശമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ തിരക്കുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വിലപ്പെട്ട വോട്ടാണ്. ആരെന്ത് പറഞ്ഞാലും അതിൽ ഭിന്നിച്ചു പോകരുത്. വിലപ്പെട്ടതാണ് നമ്മളെ